അടുത്ത ഒരു മേജർ ടോപ്പിക്കാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ DI സ്പീച്ചിന് വേറൊരു പേര് കൂടിയുണ്ട്. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞൊരു കാര്യം, ഒരു സ്പീച്ച്, അതിനെ വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഒരാൾ പറഞ്ഞ കാര്യം അത് വേറൊരു പേഴ്സൺ, രണ്ടാമത്തെ ആൾ ഒരു മൂന്നാമത്തെ ആളിനോട് പറയുന്നതിനെയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരാളാണ് ഒരു സെൻറ്റൻസ് പറഞ്ഞത്, അതിനെ വേറൊരാൾ മൂന്നാമതൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ഇതിൽ 3 ആൾക്കാരാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഈസ് ഓൾസോ നോൺ ആസ് റിപ്പോർട്ടഡ് സ്പീച്ച്. It is a way to convey what someone else said. It is a method to convey what another person said with or without using their exact word. With or without using their exact words. അപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിന് നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് എന്നും പറയാം. ഈ റിപ്പോർട്ടർ സ്പീച്ച് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മറ്റൊരാൾ പറഞ്ഞൊരു കാര്യത്തെ വേറൊരാളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ റിപ്പോർട്ടർ സ്പീച്ചിൽ അല്ലെങ്കിൽ സ്പീച്ചിൽ 2 ടൈപ്പാണുള്ളത്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ആദ്യം പറഞ്ഞ ആളുടെ അതേ വാക്കുകൾ തന്നെയാണ്, അതേ വേർഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയും. ഇഫ് ദ സെക്കൻഡ് പേഴ്സൺ യൂസ് എക്സാക്ട്ലി ദ സെയിം വേർഡ്സ്, then it is called a direct speech. If the second person uses exactly the same words to report a speech. This is also, ഇതാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് റിപ്പോർട്ടർ സ്പീച്ച്. It begins with capital letters and uses quotation marks. ബിഗിൻസ് വിത്ത്, ഈ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വേർഡ്സ്, ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്ററും പിന്നെ ഒരു കൊട്ടേഷൻ മാർക്സ് യൂസ് ചെയ്യും. ആ സെയിം വേർഡ്സ് യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ആ സെയിം വേർഡ്സിന് കൊട്ടേഷൻസ് യൂസ് ചെയ്യും. അത് രണ്ടിടത്തും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ
and uses quotation marks. അപ്പോൾ അതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഒരാൾ പറയുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. ഇനി എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് നോക്കാം. If the second person do not use the exactly same words or uses another frame of sentence, it is called indirect speech. അപ്പോൾ what is indirect speech? If the second person do not uses exactly the same words for reporting, then it is called an indirect speech. അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ഫ്രെയിം ഓഫ് സെൻറ്റൻസ് ആയിരിക്കും റിപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിനെ ഇൻഡയറക്റ്റ് ഡിസ്കോഴ്സ് എന്നും പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡയറക്റ്റ് ഡിസ്കോഴ്സ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ കൊട്ടേഷൻസ് യൂസ് ചെയ്യും. എക്സാക്ട് സെയിം വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ കൊട്ടേഷൻസ് യൂസ് ചെയ്യും. ഇവിടെ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് കൺവേർഷൻ വരുമ്പോഴത്തേനും കൊട്ടേഷൻസ് ആർ റിമൂവ്ഡ്. വെൻ കൺവേർട്ടഡ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, quotations are removed. Quotation marks are removed. Quotation mark അല്ലെങ്കിൽ inverted commas are removed. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞ് രാജു ആണ് ഇവിടെ ഫസ്റ്റ് പേഴ്സൺ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകുന്നു. ഐ ആം ഗോയിങ് ഹോം. ഇതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇതേ കാര്യം സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണോട് പറഞ്ഞു. സെക്കൻഡ് പേഴ്സൺ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? രാജു പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്നു. രാജു സെഡ് ഐ ആം ഗോയിങ് ഹോം. രണ്ടാമത്തെ ആളാണ് പറഞ്ഞത്. രാജു ആണ് പറഞ്ഞത് ഐ ആം ഗോയിങ് ഹോം. രണ്ടാമത്തെ ആൾക്കൊരു പേര് കൊടുക്കാം, മനു. മനു പറഞ്ഞു രാജു സെഡ് ഐ ആം ഗോയിങ് ഹോം. ഇതാരോടാണ് പറഞ്ഞത്? മൂന്നാമത്തെ ആളോട്. ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇവിടെ പറഞ്ഞ ആളുടെ അതേ വാക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് സ്പീച്ച് ആവും. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ആരാണ് പറഞ്ഞത്? മനു, രണ്ടാമത്തെ ആൾ ആരോടാണ് പറഞ്ഞത്? മൂന്നാമത്തെ ആളിനോട്. ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് സ്പീച്ചും പറയുന്ന ആര് തന്നെയാണ്? മനു തന്നെയാണ്. മൂന്നാമത്തെ പേഴ്സൺ അവിടെ വരുന്നില്ല, പക്ഷെ കേൾക്കുന്നത് മൂന്നാമത്തെ പേഴ്സൺ ആണ്.
സെക്കൻഡ് പേഴ്സൺ തന്നെ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞു. രാജു സെഡ് ദാറ്റ് he was going home. ഇവിടെ നമ്മൾ ഫസ്റ്റ് പേഴ്സൻ്റെ അതേ സെൻറ്റൻസ് അല്ല യൂസ് ചെയ്ത, മോഡിഫൈ ചെയ്താണ് യൂസ് ചെയ്തത്. ഇവിടെ ഗോയിങ് ഹോം എന്നുള്ളത് മാത്രമേ ഫസ്റ്റ് പേഴ്സൻ്റെ ആയിട്ട് സിമിലർ ഉള്ളൂ. ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് വിത്തൗട്ട് യൂസിങ് ദ സെയിം വേർഡ്സ് ഓഫ് ദി ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓരോ വ്യത്യാസം. ആദ്യത്തെ ആൾ പറഞ്ഞു ഐ ആം ഗോയിങ് ഹോം, ഞാൻ വീട്ടിൽ പോകുന്നു. അത് കേട്ട ആൾ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളോട് പറഞ്ഞാണ് രാജു സെഡ്, രാജു പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്നു. രാജു പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്നു. രാജു സെഡ് ഐ ആം ഗോയിങ് ഹോം. ഇനി അത് ഡയറക്റ്റ് സ്പീച്ച്, സെയിം സെൻറ്റൻസ് യൂസ് ചെയ്തെന്നുള്ളതുണ്ട്. രാജു പറഞ്ഞു എന്താണ്, ഞാൻ വീട്ടിൽ പോകുന്നു. രാജു പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്നു. അത് രണ്ടും സെയിം സംഭവം യൂസ് ചെയ്തേക്കണതുകൊണ്ടാണ് അത് ഡയറക്റ്റ് സ്പീച്ച് ആകുന്നത്. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ്? രാജു സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ഹോം. രാജു പറഞ്ഞു അവൻ വീട്ടിൽ പോവുകയാണെന്ന്. അത് പാസ്റ്റ് ആയി അവിടെ. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. കാരണം അവൻ ഓൾറെഡി വീട്ടിൽ പോയിട്ടുണ്ടാകാം, ആ പറഞ്ഞ കാര്യം കഴിഞ്ഞ്. അതുകൊണ്ടാണ് അവിടെ പാസ്റ്റിലേക്ക് കൺവേർഷൻ വന്നത്. പക്ഷേ ഡയറക്റ്റിൽ ആ കൺവേർഷൻ വന്നില്ല. സെയിം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവിടെ യൂസ് ചെയ്തത്. ഇതാണ് ഈ 3 സെൻറ്റൻസസും, മെയിൻ സെൻറ്റൻസും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സെൻറ്റൻസസും തമ്മിൽ വരുന്ന വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സെൻറ്റൻസിന് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റിയപ്പോൾ വലിയ പ്രശ്നങ്ങൾ വന്നില്ല. ഇപ്പോൾ രാജു സെഡ് ഐ ആം ഗോയിങ് ഹോം, രാജു ടോൾഡ് ഐ ആം ഗോയിങ് ഹോം, അവിടെ നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല. ഒരു റിപ്പോർട്ടിംഗ് വേർഡ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. സെഡ്, ടോൾഡ്, ആസ്ക്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് ബാക്കി സെയിം ആയിട്ട് തന്നെ എഴുതാം. പക്ഷേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോഴത്തേനും രാജു സെഡ് ദാറ്റ് വന്നു, ഐ മാറി ഹീ വന്നു, ആം മാറി വാസ് വന്നു. 3 കാര്യങ്ങൾ 1 2 3 3 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വന്നു. ഇതെല്ലാം വെർബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സേ, സെഡ്, സെഡ് ഇവിടെ V2 ഫോമാണ് വന്നേക്കുന്നത്. അപ്പോൾ V2 വന്നപ്പോൾ ആം എന്ന് പറയുന്നത് വാസായിട്ട് പാസ്റ്റായിട്ട് മാറി. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് വെർബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ ടെൻസും മാറി. അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളും ചില കണക്റ്റേഴ്സും ഇവിടെ വരും, അല്ലെ കൺജക്ഷൻസ് വരും. നമുക്ക് അതെന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ആ കണക്റ്റേഴ്സ് അല്ലെ കൺജങ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കണക്റ്റേഴ്സ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏതാണ് യൂസ് വന്നത്? ദാറ്റ് ആണ്. രാജു സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ഹോം. ദാറ്റ് അല്ലാതെ നമുക്ക് WH വേർഡ്സ് യൂസ് ചെയ്യാം. അത് ഏതൊക്കെയാണ്? വേർ, വാട്ട്, വൈ, വെന്ന്, എക്സെട്ര. അടുത്ത നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഈഫ് ഓർ വെദർ. വേറെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ടു. ഹി ആസ്ക്ഡ് മീ ടു. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഈ ടു യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്ന കണക്റ്റേഴ്സ് ഏതൊക്കെയാണ്? ദാറ്റ്, WH വേർഡ്സ് വേർ, വാട്ട്, വൈ, വെന്ന്, ഈഫ് അല്ലെങ്കിൽ വെദർ, പിന്നെ ടു. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്റ്റേഴ്സിൻ്റെ കേസ്. ഇനി ഇവിടെ ആം എന്ന് പറയുന്നത് വാസായിട്ട് മാറി. അതിനെക്കുറിച്ചാണ് റിപ്പോർട്ടിംഗ് വെർബിനെ കുറിച്ച് ടെൻസിന് എന്ത് മാറ്റം വരുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, അല്ല സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിന്. When the reporting verb is V2, ടെൻസിന് എന്ത് ചേഞ്ച് വരും? ഇപ്പോൾ ആം, ഈസ്, ആർ.
ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? വാസ് ഓർ വെയർ ആയിട്ട് മാറും. ഇവിടെ ആം ആയിരുന്നു, അതാണ് വാസ് ആയിട്ട് മാറിയത്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് V2-ലാണെന്നുണ്ടെങ്കിൽ ആം ഈസ് ആർ എന്ന് പറയുന്നത് വാസ് ഓർ വെയർ ആയിട്ട് ചേഞ്ച് ചെയ്യും. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അത് ഹാവ് ഓർ ഹാസ് ആണെങ്കിൽ എങ്ങനെ മാറുമെന്ന് നോക്കാം. ഹാവ് ഓർ ഹാസ് എന്ന് പറയുന്നത് അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള ഹാഡ് ആയിട്ട് മാറും. ഇനി വിൽ ഓർ ഷാൾ എങ്ങനെ മാറും? വുഡ് ആയിട്ട് മാറും. വിൽ ഓർ ഷാൾ എന്ന് പറയുന്നത് വുഡ് ആവും. ക്യാൻ, കുഡ്, മേ, മൈറ്റ്. മസ്റ്റ്, ഹാഡ് ടു. V2 എങ്ങനെ മാറും? V2 ഫോം ആണെന്നുണ്ടെങ്കിൽ അത് ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. അല്ലാതെ ഇത്രയും വേർഡ്സ് അല്ലാതെ ഏത് V2 ഫോം ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഹാഡ് പ്ലസ് V3 ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആമീസ് ആർ വരുന്നതെന്നുണ്ടെങ്കിൽ അത് വാസ് ഓർ വെയർ ആകും. ഹാവ് ഓർ ഹാസ് ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള ഹാഡായിട്ട് മാറും. വിൽ ഓർ ഷാൾ ആണെങ്കിൽ വുഡ് ആയിട്ട് മാറും. ക്യാൻ ആണെങ്കിൽ കുഡ്. വിൽ ഓർ ഷാൾ എന്ന് പറയുമ്പോൾ വുഡ് ഓർ ഷുഡ്. ക്യാൻ എന്ന് പറയുന്നത് കുഡ്. മേ, മൈറ്റ്. മസ്റ്റ്, ഹാഡ് ടു. V2 ആണെങ്കിൽ ഹാഡ് പ്ലസ് V3. ഇനി കുറച്ച് വേർഡ്സ് ഇതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പോൾ രാജു സെഡ് ഐ ആം ഗോയിങ് ഹോം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതേ സ്ഥലത്ത് തന്നെ രാജു സെഡ് ഐ ആം ഗോയിങ് ഹോം നൗ എന്നൊരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ മാറും നോക്കി കഴിഞ്ഞാൽ രാജു സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ഹോം ദെൻ. ആ നൗ എന്നുള്ളതിന് പകരമാണ് ദെൻ എന്ന് മാറിയത്. അങ്ങനെ ചില വേർഡ്സ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് വരുമ്പോഴത്തേനും കൺവേർട്ട് ആവും. അതിനെക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. ദ വേർഡ്സ് വിച്ച് ചേഞ്ച് ഡ്യൂറിങ് ദ കൺവേർഷൻ ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. വെൻ ദ റിപ്പോർട്ടിംഗ് verb is in V2, some words changes its form. അത് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നൗ എന്ന് പറയുന്നത് ഐ ആം ഗോയിങ് ഹോം നൗ, ഹി വാസ് ഗോയിങ് ഹോം ദെൻ ആയിട്ട് മാറും. ഹിയർ എന്ന് പറയുന്നത് എങ്ങനെ മാറും? ഇവിടെ, അവിടെ, ദെയർ. ദിസ്, ഇത് എന്ന് പറയുന്നത് അതായിട്ട് മാറും. ദിസ്, ദാറ്റ്. ദീസ്, ഇതെല്ലാം, അതെല്ലാം, ദോസ്. ടുഡേ, ഇന്ന്. അന്ന്, ദാറ്റ് ഡേ. ഇന്ന്, അന്ന്. ടുഡേ, ദാറ്റ് ഡേ. യെസ്റ്റർഡേ, ഇന്നലെ, മുന്നത്തെ ദിവസം, ദ പ്രീവിയസ് ഡേ. ടുമോറോ, ദ നെക്സ്റ്റ് ഡേ. ഇത്രയാണ് മെയിനായിട്ട് മാറ്റങ്ങൾ വരുന്ന ചില വേർഡ്സ് എന്ന് പറയുന്നത്. അത് റിപ്പോർട്ടിംഗ് വെർബ് V2-ലായിരിക്കണം. അതിൻ്റെ കൂടെ ആ സെൻറ്റൻസിൻ്റെ കൂടെ മെയിനായിട്ട് ലാസ്റ്റ് ഭാഗങ്ങളിൽ ഇത്രയും വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറുമെന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പറയുന്നു രാജു said
ഡയറക്റ്റ് സ്പീച്ചിൽ രാജു സെഡ് ഐ ആം കമ്മിങ് നൗ. ഇതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ഐ ആം കമ്മിങ് നൗ. ഇതിനെയാണ് ഡയറക്റ്റ് സ്പീച്ചിൽ സെക്കൻഡ് പേഴ്സൺ രാജു സെഡ് ഐ ആം കമ്മിങ് നൗ എന്ന് പറഞ്ഞത്. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെ പറയും? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ രാജു സെഡ് കണക്റ്റർ എന്ത് വരും? ദാറ്റ്. രാജു സെഡ് ദാറ്റ് ഐ മാറി എന്താവും? ഹീ ആവും. രാജു സെഡ് ദാറ്റ് ഹീ, ആമിന് പകരം വാസ്. ദേ ആണെങ്കിൽ വെയർ വരും, വാസ് ഓർ വെയർ വരും. ഹീ വാസ് കമ്മിങ് നൗ എങ്ങനെ മാറും? ദെൻ ആയിട്ട് മാറും. ഇതാണ് ഈ മേൽപ്പറഞ്ഞ 3 സെക്ഷൻ്റെ 1, 2, 3 3 സെക്ഷൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. കണക്റ്റേഴ്സ്, അത് കഴിഞ്ഞ് വെർബിൻ്റെ കൂടെ വരുന്ന വേർഡ്, അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ വേർഡ്. ഈ 3 കാര്യങ്ങളിലെ മാറ്റം എങ്ങനെ വരും എന്നുള്ളത്. ടെൻസ്, കണക്റ്റേഴ്സ്, ടെൻസ്, ലാസ്റ്റ് വേർഡ്, 3 കാര്യങ്ങൾ. ഇനി ഇത് വെച്ചിട്ടുള്ള നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. അന്നേരം ഏകദേശം മനസ്സിലാവും സെൻറ്റൻസസ് എങ്ങനെയൊക്കെ മാറ്റണം, എന്താണ് അതിൻ്റെ റൂള്, എന്താണ് അതിൻ്റെ പാറ്റേൺ എന്നുള്ളത്. എക്സാമ്പിൾസ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് പറയുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ ഫസ്റ്റ് സെൻറ്റൻസ് പറയത്തില്ല, ഡയറക്റ്റും ഇൻഡയറക്റ്റും മാത്രമേ വരത്തുള്ളൂ. എക്സാമിന് ചിലപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് തരും, ഫൈൻഡ് ദി ഇൻഡയറക്റ്റ് സ്പീച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ചിലതിൽ ചിലപ്പോൾ എന്തെങ്കിലും സെൻറ്റൻസ് സ്ട്രക്ചർ എറർ ആയിരിക്കാം, ചിലപ്പോൾ വേർഡ്സിൻ്റെ എറർ ആയിരിക്കാം, മിസ്പ്ലേസ് ചെയ്തേക്കുന്നതായിരിക്കാം, കറക്റ്റ് നൗൺ പ്രോനൗൺ ആയിരിക്കത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. പക്ഷേ മെയിനായിട്ട് എക്സാമ്പിൾസിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ, ഷീ സെഡ് ഐ ആം കമ്മിങ് നൗ. നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റ് തന്നെയാണ്. ഷീ സെഡ്, ഇവിടെ പ്രോനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വ്യത്യാസമുള്ളൂ. ഷീ സെഡ് ഐ ആം കമ്മിങ് നൗ. സെയിം ഫോർമാറ്റിൽ രാജു ആയിരുന്നു, ഇവിടെ ഷീ ആയി. അപ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇത് ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് സ്പീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേഴ്സൺ സെൻറ്റൻസ് എന്തായിരിക്കും? ഐ ആം കമ്മിങ് നൗ എന്ന് ആരോ പറഞ്ഞു. ഇപ്പോൾ രമ്യ പറഞ്ഞു ഐ ആം കമ്മിങ് നൗ, ഞാൻ ഇപ്പോൾ വരികയാണ്, അല്ലെ ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ പറയും? ഷീ സെഡ്, അത്രയും സെയിം തന്നെയാണ്. ഷീ സെഡ്, കണക്ടർ എന്താണ്? ദാറ്റ്. ഷീ സെഡ് ദാറ്റ്, പ്രോനൗൺ ഐ മാറി ഷീ, ആമു മാറി വാസ് വേറു, ഷീ വാസ് കമ്മിങ്, വെർബ് അത് തന്നെ. നൗ എങ്ങനെയാവും? ദെൻ നൗ. ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ സെഡ് ഐ ആം കമ്മിങ് നൗ, ഷീ സെഡ് ദാറ്റ് ഷീ വാസ് കമ്മിങ് ദെൻ, സെയിം ഫോർമാറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹീ സെഡ് ഐ വിൽ കം ടുമാറോ. ഹീ സെഡ് ഐ വിൽ കം ടുമോറോ. ഇതാണ് സെൻറ്റൻസ്. ഇത് ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റിൽ എങ്ങനെ വരും? ഹീ സെഡ്, അത്രയും ശരിയാണ്. നമുക്ക് ദാറ്റ് പ്ലേസ് ചെയ്ത് നോക്കാം. ഹീ സെഡ് ദാറ്റ്, ഓക്കെ. ഹീ വില്ല് മാറി എങ്ങനെയാവും? വുഡ് ആവും. വുഡ് കം, ടുമാറോയ്ക്ക് മാറി ദ നെക്സ്റ്റ് ഡേ. ഹീ സെഡ് ദാറ്റ് ഹീ. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഹീ സെഡ് ദാറ്റ് ഹീ വില്ല് മാറി വുഡ് ആവും. ഹീ വുഡ് കം. ടുമാറോ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ഡേ. ഹി സെഡ് ഐ വിൽ കം ടുമാറോ. ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം ദ നെക്സ്റ്റ് ഡേ. അടുത്തെന്ന് പറയുന്നത് ഷീ സെഡ്
I have solved this problem. She said, I have solved V2 അല്ലെങ്കിൽ V3 ഫോം. I have solved this problem. She said that she had. ഇപ്പോൾ ഷീ സെഡ് ദാറ്റാണ് നമ്മൾ യൂസ് ചെയ്ത കണക്ടർ. ഹാവ് ഐ മാറി ഷീ ആയി, ഹാവ് ഹാഡായി. ഷീ ഹാഡ് സോൾവ്ഡ് ദിസ് പ്രോബ്ലം മാറി ദാറ്റ് പ്രോബ്ലം. അടുത്ത ഫോർത്ത് എന്ന് പറയുന്നത് രവി സെഡ് ഐ സോ എ മൂവി യെസ്റ്റർഡേ. രവി സെഡ് ഐ സോ എ മൂവി യെസ്റ്റർഡേ. ഇതെങ്ങനെ മാറും നോക്കിക്കഴിഞ്ഞാൽ രവി said that he saw എന്ന് പറയുന്നത് V2 ഫോമാണ്. അതിനെ നമുക്ക് സോ എന്ന് തന്നെ എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ രവി സെഡ് ദാറ്റ് ഹീ സോ എ മൂവി ദ പ്രീവിയസ് ഡേ, അത് കറക്റ്റ് ആകത്തില്ല. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രവി സെഡ് ദാറ്റ് ഹീ ഹാഡ് സീൻ. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് V2. സോ എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3. സോ സോ സീൻ. He had seen the movie yesterday. He had seen a movie, the movie, the previous day. Ravi said that he had seen the movie the previous day. Next. Radha said to Krishna, I am waiting for you. Radha said to Krishna, I am waiting for you. രാധ ഇതിനെ എങ്ങനെ മാറ്റാം? ഈ രാധ സെഡ് ടു കൃഷ്ണ എന്നുള്ളത് നമ്മൾ അതുപോലെ തന്നെ യൂസ് ചെയ്യും. ഇപ്പം രാധ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം, അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഇവിടെ രാധ ആൻഡ് കൃഷ്ണ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് വരണം. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ രാധ സെഡ് ടു കൃഷ്ണ എന്നുള്ളത് അതുപോലെ തന്നെ നിർത്തിയിട്ട് ബാക്കി നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതണം. രാധ സെഡ് ടു കൃഷ്ണ ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം, അങ്ങനെ എഴുതിയാലേ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ രാധ സെഡ് ദാറ്റ് ടു കൃഷ്ണ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആകത്തില്ല. രാധ സെഡ് ടു കൃഷ്ണ ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം. രാധ സെഡ് ടു കൃഷ്ണ ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് for him. Radha said to Krishna that she was waiting for him. ഇനി 6th. She said, what are you learning? She said, what are you learning? ഇവിടം തൊട്ട് കാര്യങ്ങൾ മാറുകയാണ്. കാരണം ഇപ്പോൾ ഷീ സെഡ് ദാറ്റ് വാട്ട് ഐ വാസ് ലേണിംഗ്, ആ സെഡ് ദാറ്റിന് പകരം നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമായിട്ട് തന്നെ വരണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ സെഡിന് പകരം
ആസ്ക്ഡ് ആക്കാം. ഷീ സെഡ് ദാറ്റിന് പകരം ഷീ ആസ്ക്ഡ്. ഷീ ആസ്ക്ഡ്. ഷീ ആസ്ക്ഡ് വാട്ട് ആർ യു ലേണിംഗ് ആണ്. അപ്പോൾ WHന് കണക്റ്റേഴ്സ് നമ്മൾ പറഞ്ഞ എന്താണ്, WH വേർഡ്സ് തന്നെ യൂസ് ചെയ്യാം. ഷീ ആസ്ക്ഡ് വാട്ട് ഐ ആമി സാറ് മാറി വാസ്, വാട്ട് ഐ വാസ് ലേണിംഗ്. ഷീ ആസ്ക്ഡ് വാട്ട് ഐ വാസ് ലേണിംഗ്. അടുത്തത് ഇതേ പാറ്റേണിൽ തന്നെ ഷീ സെഡ് വേർ വിൽ യു ഗോ നൗ. വേർ വിൽ യു ഗോ നൗ. ഷീ ആസ്ക്ഡ് വേർ ഐ വുഡ് ഗോ ദെൻ. വേർ ഐ വുഡ് ഗോ ദെൻ. അതാണ് അതിൻ്റെ ഷീ സെഡ് ദാറ്റിന് പകരം ഷീ ആസ്ക്ഡ് വേർ വിൽ യു ഗോ നൗ, വേർ ഐ വുഡ് ഗോ ദെൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി സെഡ് വെൻ ഡിഡ് യു സീ. ഹി സെഡ് വെൻ ഡിഡ് യു സീ. ഹി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും നമുക്ക് ആസ്ക്ഡ്, എൻക്വയർഡ് അതൊക്കെ യൂസ് ചെയ്യാം. ഹി ആസ്ക്ഡ് വെൻ ഐ ഹാഡ് സീൻ. ഡിഡ് പ്ലസ് സി എന്ന് പറയുന്നത് V2 ആയിട്ട് എടുത്തിട്ട് ഹാഡ് പ്ലസ് V3 ആക്കി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ വെൻ ഡിഡ് യു സീൻ എന്നുള്ളതല്ല, പക്ഷേ ഈ ഡിഡ് പ്ലസ് സി എന്നുള്ളത് സീനാക്കി, ഡിഡ് പ്ലസ് സി എന്നുള്ളത് സോയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാഡ് പ്ലസ് V3 എന്നെടുക്കാം. സോ സീൻ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഹി സെഡ് ദാറ്റ് ഹി ആസ്ക്ഡ് വെൻ ഡിഡ് യു സീ, വെൻ ഐ ഹാഡ് സീൻ. ഇനി 9th. ഷീ ആസ്ക്ഡ് ഹിം വാട്ട് ഡിഡ് യു ബൈ. ഷീ ആസ്ക്ഡ് ഹിം വാട്ട് ഡിഡ് യു ബൈ. ഏകദേശം സെയിം ഫോർമാറ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പക്ഷേ ഷീ സെഡ് എന്നുള്ളതല്ല, ഷീ ആസ്ക്ഡ് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം അത് തന്നെ വരും. ഷീ ആസ്ക്ഡ് ഹിം. രാധ സെഡ് ടു കൃഷ്ണ എന്ന് പറഞ്ഞ പോലെ ഇത് ആ ഫസ്റ്റ് പാർട്ട് അതുപോലെ തന്നെ വരും. ഷീ ആസ്ക്ഡ് ഹിം വാട്ട് WH ക്വസ്റ്റ്യൻ ആണ്, അത് തന്നെ യൂസ് ചെയ്യാം. വാട്ട് ഡിഡ് യു ബൈ. ആ ഡിഡ് പ്ലസ് ബൈ എന്നുള്ളത് ബൈ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ V2 ആണ്. അപ്പോൾ അത് ഹാഡ് പ്ലസ് V3 ആക്കാം. ബൈ ബോട്ട്. വാട്ട് ഹി ഹാഡ് ബോട്ട്. അതാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത 10th. ഹി സെയ്സ് ഐ വിൽ കം ടുമോറോ. ഇത് നോർമൽ സെൻറ്റൻസ് തന്നെയാണ്. ഹി സെയ്സ് ഐ വിൽ കം ടുമോറോ. ഇതെങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി സെഡ് ദാറ്റ് എന്ന് പറയില്ല, ഹി സെയ്സ് ദാറ്റ് എന്ന് തന്നെ വരും. ഹി സെയ്സ് ദാറ്റ്, ഹി സെഡ് ദാറ്റ് ഹി വിൽ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹി സെഡ് ദാറ്റ് ഹി വിൽ കം ടുമോറോ എന്നും പറയാം. പക്ഷേ ഡയറക്റ്റ് സെൻറ്റൻസിൽ സെയ്സ് ആയതുകൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റിലും സെയ്സ് തന്നെ യൂസ് ചെയ്യാം. ഹി സെയ്സ് ദാറ്റ് ഹി വിൽ കം ടുമോറോ. ഹി സെയ്സ് ദാറ്റ് വില്ല് മാറി വുഡ് ആവും. ഹി വുഡ് കം ദ നെക്സ്റ്റ് ഡേ.
ഇത്രയാണ് ഇതിൻ്റെ ഏകദേശ റൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസും അതിൻ്റെ റൂൾസും. ഇവിടെ ഇപ്പോൾ ഹീ സെഡ് ഐ വിൽ കം ടുമോറോ, ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് കം ദ നെക്സ്റ്റ് ഡേ. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഐ ഹാവ് സോൾവ്ഡ് ദിസ് പ്രോബ്ലം, ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് സോൾവ്ഡ് ദിസ് പ്രോബ്ലം. ഹാവ് മാറി ഹാഡായി. ഇവിടെ വില്ല് മാറി വുഡായി, ഹാവ് മാറി ഹാഡായി. ഹാവ് ഓർ ഹാസ് ഹാഡായിട്ട് മാറും. വില്ലോർ വുഡ്, വില്ലോർ ഷാള് വുഡ് ഓർ ഷുഡായിട്ട് മാറും. ഹി സോ എ മൂവി യെസ്റ്റർഡേ, ഹി സോ എന്നുള്ളത് ഹാഡ് സീൻ. ഇവിടെ ഏതാണ് റൂള്? V2 എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3. ഈ സോ വരുന്ന എല്ലായിടത്തും അതാണ് വരുന്നത്. സി സോ സീൻ. രാധ സെഡ് ടു കൃഷ്ണ, ഇതിന് സ്പെഷ്യൽ പാറ്റേൺ ആണ്. നെക്സ്റ്റ് രാധ സെഡ് ടു കൃഷ്ണ ഐ ആം വെയിറ്റിംഗ് ഫോർ യു. അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു ചേഞ്ച് എന്ന് വെച്ചാൽ രാധ സെഡ് ടു കൃഷ്ണ എന്നുള്ളത് അതുപോലെ തന്നെ വന്നു. കാരണം ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം, ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം. അപ്പോൾ ഹിം അവിടെ ഉണ്ടെങ്കിൽ അത് ആരാന്ന് സ്പെസിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് രാധ സെഡ് ടു കൃഷ്ണ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളവിടെ യൂസ് ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആകത്തില്ല. ഷീ സെഡ് വാട്ട് ആർ യു ലേണിംഗ്, വാട്ട് ആറ് മാറി വാസായി. വേർ വിൽ യു ഗോ, വില്ല് മാറി വുഡായി, വേറെ പോലെ തന്നെ. പിന്നെ ഇവിടെ സ്പെഷ്യൽ കേസാണ് ഡിഡ് സി. ഡിഡ് പ്ലസ് സി അത് V2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് സീൻ, ഹാഡ് സീൻ. ഷീ ആസ്ക്ഡ് ഹിം വാട്ട് ഡിഡ് യു ബൈ, ഷീ ആസ്ക്ഡ് ഹിം വാട്ട് ഹി ഹാഡ് ബോട്ട്. ഇതും ഡിഡ് ബൈ. V2 എന്നുള്ളത് ഹാഡ് പ്ലസ് V3, എഗെയിൻ അത് തന്നെ. ഹീ സെയ്സ് ഐ വിൽ കം ടുമോറോ, ഹീ സെയ്സ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെയ്സ് തന്നെയായിട്ട് വരും. അതിനെക്കുറിച്ച് ആ വേർഡ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഹീ സെയ്സ് ദാറ്റ് ഹീ വുഡ്, വില്ല് മാറി വുഡ്, ഹീ വുഡ് കം ദ നെക്സ്റ്റ് ഡേ. ഇനി അടുത്ത കുറച്ച് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷീ ആസ്ക്ഡ് ക്യാൻ യു ക്ലൈംബ് ദ ട്രീ, ഷീ ആസ്ക്ഡ് ക്യാൻ യു ക്ലൈംബ് ദ ട്രീ, ഷീ ആസ്ക്ഡ് ക്യാൻ യു ക്ലൈംബ് ദ ട്രീ. ആസ്ക്ഡ് അതുപോലെ തന്നെ വരും. ഷീ ആസ്ക്ഡ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ടർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. ഷീ ആസ്ക്ഡ്, അപ്പോൾ WH അല്ല. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഇ ഫോർ വെദർ. ഷീ ആസ്ക്ഡ് വെദർ, അല്ലെങ്കിൽ ഷീ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ക്ലൈംബ് ദ ട്രീ. ഇതാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഷീ ആസ്ക്ഡ് ക്യാൻ യു ക്ലൈംബ് ദ ട്രീ, ഷീ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ക്ലൈംബ് ദ ട്രീ, ഷീ ആസ്ക്ഡ് വെദർ ഐ കുഡ് ക്ലൈംബ് ദ ട്രീ. വേറെ ഏത് വേർഡ് അവിടെ യൂസ് ചെയ്താലും കറക്റ്റ് ആകത്തില്ല. ഷീ ആസ്ക്ഡ് WH വാട്ട്, ഷീ ആസ്ക്ഡ് വാട്ട് ഐ കുഡ്, ഷീ ആസ്ക്ഡ് വൈ ഐ കുഡ്, ഷീ ആസ്ക്ഡ് വെയർ ഐ കുഡ്, അത് കറക്റ്റ് ആകത്തില്ല. ഷീ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ക്ലൈംബ് ദ ട്രീ, ഷീ ആസ്ക്ഡ് കുഡ് ഐ ക്ലൈംബ് ദ ട്രീ, അതും കറക്റ്റ് ആകത്തില്ല. ഷീ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് ക്ലൈംബ് ദ ട്രീ. ക്വസ്റ്റ്യൻ വരാൻ അതേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഷീ ആസ്ക്ഡ് വെദർ ഐ കുഡ് ക്ലൈംബ് ദ ട്രീ, അത് രണ്ടും ഏകദേശം ആപ്റ്റാണ്. അടുത്തത് ഷീ ആസ്ക്ഡ് വിൽ യു കം ടുമോറോ, വിൽ യു കം ടുമോറോ. ഷീ ആസ്ക്ഡ് ഇഫ് ഐ വുഡ് കം ദ നെക്സ്റ്റ് ഡേ, ഷീ ആസ്ക്ഡ് ഇഫ് ഐ വുഡ്, അവിടെ ഇഫ് തന്നെയാണ്. ഇഫ് ഐ വുഡ് കം ദ നെക്സ്റ്റ് ഡേ. അടുത്തത് he asked her did you pay the bill.
അപ്പോൾ അതെങ്ങനെ വരും? ഹി ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ഹാഡ് പെയ്ഡ് ദ ബിൽ. ഹി ആസ്ക്ഡ് ഹെർ, അത് അതേപോലെ തന്നെ വന്നു. ഇവിടെ ഷീ ആസ്ക്ഡ്, ഇവിടെ ഹി ആസ്ക്ഡ് ഹെർ വെദർ അല്ലെങ്കിൽ ഈഫ് ഷീ ഹാഡ്. പേ ബിക്കം പേ എന്ന് പറയും, പെയ്ഡ് പെയ്ഡ്. അപ്പോൾ അവിടെ നമുക്ക് ഹാഡ് പേ എന്ന് പറയുന്നത് ഡിഡ് യു പെയ്ഡ് ഡിഡ് പ്ലസ് പേ V2. അപ്പോൾ ഹാഡ് പെയ്ഡ് ഇഫ് ഷീ ഹാഡ് പെയ്ഡ് ദ ബിൽ. അത് നമ്മൾ നോക്കി തന്നെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ റോങ് ആയി പോകും. ഷീ ആസ്ക്ഡ് വെദർ ഷീ ഹാഡ്, ഇത് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? ഹി ആസ്ക്ഡ് ഹെർ വെദർ ഷീ ഹാഡ് പെയ്ഡ് ദ ബിൽ. ഇവിടെ ഷീ ആസ്ക്ഡ് വെദർ ഷീ ഹാഡ് പെയ്ഡ് ദ ബിൽ എന്നും പറയാം. ഷീ ആസ്ക്ഡ് വെദർ ഷീ ഹാഡ് പെയ്ഡ് ദ ബിൽ, പക്ഷെ അത് വേറൊരാളോട് എൻക്വയറി ചെയ്യുന്ന പോലെ ആയിരിക്കും. ഡയറക്റ്റ് ആ കുട്ടിയോട് തന്നെ, പെൺകുട്ടിയോട് തന്നെ ഹി ആസ്ക്ഡ് ഹെർ ഡിഡ് യു പേ ദ ബിൽ, ആ കുട്ടിയോടാണ് ചോദിച്ചത്. ഇപ്പം ഹി ആസ്ക്ഡ് ഡിഡ് ഷീ പെയ്ഡ് ദ ബിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷീ ആസ്ക്ഡ് വെദർ ഷീ ഹാഡ് പെയ്ഡ് ദ ബിൽ. വേറൊരാളോട് എൻക്വയറി ചെയ്യുന്ന പോലെയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇപ്പം അതായത് ഉദ്ദേശകാര്യം എന്ന് വെച്ചാൽ ഹി ആസ്ക്ഡ്, ഹി എൻക്വയർഡ്, ഹി ആസ്ക്ഡ് ഡിഡ് ഷീ പേ ദ ബിൽ. വേറൊരാളോട് അല്ലെ ഒരു ഗ്രൂപ്പിനോട് എൻക്വയറി ചെയ്യുകയോ, അവള് ബില്ലടച്ചായിരുന്നോ, അവള് ബില്ലടച്ചോ. ഇത് ആ കുട്ടിയോട് തന്നെ ചോദിച്ചാണ് നീ ബില്ലടച്ചോ. അതാണ് അവിടുത്തെ വ്യത്യാസം. അപ്പം ഹി ആസ്ക്ഡ് വെദർ ഷീ പെയ്ഡ് ദ ബിൽ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഷീ ആസ്ക്ഡ് വെദർ ഷീ പെയ്ഡ് ദ ബിൽ. അടുത്തത് ഹി സെഡ് പ്ലീസ് കം. He requested to come. 16. He said, don't move. He ordered not to move. He ordered not to move. 17. Teacher said, keep silence. Teacher said, keep silence. Teacher ordered to keep silence. ഇവിടെയൊക്കെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി സെഡ് പ്ലീസ് കം, ദയവായി വരൂ, അത് റിക്വസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ റിക്വസ്റ്റഡ് എന്ന് വന്നത്. ഹി സെഡ് ഡോണ്ട് മൂവ്, അനങ്ങരുത്, അത് ഓർഡറിങ് നേച്ചറാണ്. ഇത് റിക്വസ്റ്റിംഗ് നേച്ചറാണ്, ഓർഡറിങ് നേച്ചറാണ്. റിക്വസ്റ്റ് നേച്ചർ, റിക്വസ്റ്റിംഗ്. ഇത് കമാൻഡ്. കമാൻഡിന് നമുക്ക് ഓർഡർ, ഹി കമാൻഡഡ് നോട്ട് ടു മൂവ്, അങ്ങനെ എഴുതാൻ പറ്റും. ടീച്ചർ സെഡ് കീപ് സൈലൻസ്, ഇതും കമാൻഡ് തന്നെയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ടീച്ചർ റിക്വസ്റ്റഡ് ടു കീപ് സൈലൻസ്, അത് പൊതുവെ പറയാറില്ല. ടീച്ചർ ഓർഡേർഡ്, അല്ലെ പോലീസ് ഓർഡേർഡ് കീപ് സൈലൻസ്, അപ്പോൾ അത് ഓർഡറാണ്. പോലീസ് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്, കമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഓപ്ഷനിൽ തന്നെയാണെങ്കിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാനാണെങ്കിൽ ഓർഡർ ആയിരിക്കും പ്രോപ്പർ എന്ന് പറയുന്നത്. ഇനി 18. ഡോക്ടർ സെഡ് ടേക്ക് ദ മെഡിസിൻസ് റെഗുലർലി.
ഡോക്ടർ സജസ്റ്റഡ് ടു ടേക്ക് ദ മെഡിസിൻസ് റെഗുലർലി. ഡോക്ടർ സജസ്റ്റഡ് ടു ടേക്ക് ദ മെഡിസിൻ റെഗുലർലി. ഡോക്ടർ സജസ്റ്റഡ് ടു ടേക്ക് ദ മെഡിസിൻ റെഗുലർലി. ഇത് തന്നെ വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെ. ഡോക്ടർ സജസ്റ്റഡ് മീ ദാറ്റ് ഐ ഷുഡ് ടേക്ക് ദ മെഡിസിൻസ് റെഗുലർലി. ഐ ഷുഡ് ടേക്ക് ദ മെഡിസിൻസ് റെഗുലർലി. ഇത് രണ്ടും ആപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇതാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത്, ഇതാണെങ്കിൽ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ സെഡ് മീ, ഇപ്പോൾ ഡോക്ടർ സെഡ് ടു മീ ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് ആപ്റ്റ്. ഡോക്ടർ സജസ്റ്റഡ് മീ ദാറ്റ് ഐ ഷുഡ് ടേക്ക് മെഡിസിൻസ് റെഗുലർലി. ഇപ്പോൾ ഡോക്ടർ സെഡ് ടു മീ യു ടേക്ക് മെഡിസിൻസ് റെഗുലർലി. ഡോക്ടർ സജസ്റ്റഡ് മീ ദാറ്റ് ഐ ഷുഡ് ടേക്ക് മെഡിസിൻസ് റെഗുലർലി. ഇതാണ് സെൻറ്റൻസസിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഷീ സെഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വർക്ക്. ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഷീ സെഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വർക്ക്. അതിന് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡ് പ്രൊപ്പോസ്ഡ്. ഷീ പ്രൊപ്പോസ്ഡ് us to start the work. ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാൻ, എങ്ങനെ എഴുതാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷീ പ്രൊപ്പോസ്ഡ് us that we should start the work. She said that let's start the work. She proposed us to start the work. She proposed us that we should start the work. ഇതാണ് ഈ ഒരു ടൈപ്പ് പ്രൊപ്പോസ്ഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്ക്ലമേഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഷീ സെഡ് വോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പോൾ ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഷീ സെഡ് വോ ഇറ്റ് വാസ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അത് എക്സ്ക്ലമേഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അടുത്തത് ഇത് സാഡായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹി സെഡ് അലാസ് ഐ ലോസ്റ്റ് ദ ബാഗ്. ഹി ലാമെൻറ്റഡ്. ലാമെൻറ്റഡ് എന്ന് വെച്ചാൽ സാഡ്ലി ആയിട്ടുള്ളൊരു ജസ്റ്ററാണ്. ലാമെൻറ്റഡ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ദ ബാഗ്. അടുത്തത് ടീച്ചർ സെഡ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ടീച്ചർ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അത് നോർമൽ സെൻറ്റൻസ് തന്നെയാണ്. മൈ അങ്കിൾ സെഡ് there are 24 hours in a day. My uncle said there are 24 hours in a day. My uncle said that there are 24 hours in a day. ഇവിടെ she says I am coming now. അവിടെ she said that വരത്തില്ല. she says that she was coming then. നേരത്തെ നമ്മൾ പറഞ്ഞത് she said that I am coming now ആയിരുന്നു. അവിടെ she said that she was coming then. ഇവിടെ she says that she was coming then. ഇത്രയാണ് മെയിനായിട്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് വേർഡ്സ്, റിപ്പോർട്ടിംഗ് വേർഡ്സ്, നമ്മൾ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്ത വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്ത അതർ വേർഡ്സ് എന്ന് പറയുന്നത് ഓർഡേർഡ്, റിക്വസ്റ്റഡ്, ആസ്ക്ഡ്, പ്രൊപ്പോസ്ഡ്, എക്സ്ക്ലൈംഡ്, ലാമെൻറ്റഡ്. ഇതൊക്കെയാണ് നമ്മൾ സെഡ് അല്ലാതെ യൂസ് ചെയ്ത കുറച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെഡ് വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും സെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഷീ സെഡ് ഐ ആം കമ്മിങ് നൗ. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് കമ്മിങ് ദെൻ. അപ്പോൾ സെഡ് വന്നു കഴിഞ്ഞാൽ സെഡ് തന്നെ. ഷീ സെയ്സ് ഐ ആം കമ്മിങ് നൗ. ഷീ സെയ്സ് ദാറ്റ്. സേ ടു വന്നു കഴിഞ്ഞാൽ അവിടെ ടെൽ യൂസ് ചെയ്യാം. സെയ്സ് ടു വന്നു കഴിഞ്ഞാൽ ടെൽസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെഡ് ടു വന്നു കഴിഞ്ഞാൽ ടോൾഡ് യൂസ് ചെയ്യാം. ഷീ സെഡ് ടു സേ എ സ്റ്റോറി. ഷീ ടോൾഡ് ടു സേ എ സ്റ്റോറി. അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചസിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ആദ്യം നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞു 3 പേഴ്സൺസിനെ യൂസ് ചെയ്തിട്ട്. പിന്നെ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്റ്റേഴ്സ് എന്താണെന്ന് നോക്കി. റിപ്പോർട്ടിംഗ് വെർബിനനുസരിച്ച് ടെൻസ് എങ്ങനെ മാറുമെന്ന് നോക്കി. പിന്നെ ലാസ്റ്റ് വരുന്ന ചില വേർഡ്സ് എങ്ങനെ മാറുമെന്ന് നോക്കി. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു.
ഇത്രയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്.